കടൽ സംരക്ഷണ ഭിത്തി പൊളിച്ച് IRE ഖനനം നടത്തുന്നതിൽ ഭീതിയിലാണ് കൊല്ലം ചവറയിലെ ജനങ്ങൾ. കടൽ സംരക്ഷണ ഭിത്തി തകർത്തതോടെ കടൽ കരയിലേക്ക് കയറി. വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാതെയാണ് ഖനന സ്ഥലത്ത് നിന്ന് അരുൺരാജ് ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ നടപടി എപ്പോഴാണ് തുടങ്ങിയത്? എന്താണ് ജനങ്ങൾക്ക് അതിനകത്തുള്ള ആശങ്ക? എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? അരുൺരാജ്. ഗോപികൃഷ്ണൻ, ഈ വിഷ്വൽ ഇവിടുത്തെ ഒരു ദൃശ്യം തന്നെ കാണിക്കാം എത്രത്തോളം ഭീതിജനകമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. കാരണം ഈ കടൽ ഭിത്തിയാണ് നമുക്ക് കാണുന്ന ഒരു 100 മീറ്റർ ദൂരെ ഈ കാണുന്നത്. ഈ 100 മീറ്റർ ദൂരെ നിന്ന് ഈ കടൽ ഭിത്തി പൂർണ്ണമായും പൊളിച്ച് അവിടെ നിന്ന് ഈ മണൽ പൂർണ്ണമായും ശേഖരിക്കുകയായിരുന്നു IREയുടെ ഖനനം വഴി ചെയ്തിരുന്നത്. ഇത് വലിയ ആഴത്തിൽ ഖനനം നടത്തി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളടക്കം പറയുന്നത്. അവിടെ നിന്നുണ്ടായി ഈ ഖനനം പിന്നീട് ഈ വലിയ തോതിൽ ഉള്ളിലേക്ക് എത്തി. ആ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഈ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പിന്നീട് ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ഖനനം നടന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം മൈനിങ് ഓഫീസർ പോലും ഉണ്ടായിരുന്നില്ല. IREയുടെ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഇത് കൃത്യമായി നിരീക്ഷിച്ചിരുന്നില്ല. ഈ ഖനനം നടന്നതിന് ഏകദേശം ഈ 100 മീറ്റർ മാറി ഈ ഇതിലെ പ്രദേശവാസികളടക്കമുണ്ട്. ചേച്ചി, ഈ ഖനനം നടക്കുന്നത് ഇന്നലെയൊക്കെ കടലിലേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായോ? ഇന്നലെ രാത്രി മൊത്തം ഇവിടം വരെ വെള്ളമായിരുന്നു. ഞങ്ങൾ രാത്രി പേടിച്ചിട്ടാണ്. എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്, പ്രായമായൊരു ഒരു അമ്മയുണ്ട്. ഇവരെയും കൊണ്ട് ഞങ്ങൾ രാത്രി മൊത്തം പേടിച്ച്. മാറാനൊന്നും ഇവര് പറഞ്ഞിട്ടില്ലായിരുന്നു. മാറാനുള്ള ഒന്നും. ഖനനം നടക്കുന്ന സമയത്ത് നിങ്ങൾ എതിർപ്പ് അറിയിച്ചിരുന്നു? ഇല്ല, ഖനനം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ താമസിച്ചായിരുന്നു. അന്നേരം ഒന്നും ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പറഞ്ഞിട്ടില്ല. മഴ ഉണ്ടായി, കടൽക്ഷോഭം ഉണ്ടായ സമയത്താണ് രാത്രി സന്ധ്യ സമയത്തായപ്പോഴത്തേക്കുമാണ് മണ്ണിടിച്ചത്. കടൽ ഭിത്തി പൂർണ്ണമായും പൊളിച്ചോ? കടൽ ഭിത്തിയുടെ സൈഡിൽ നിന്നാണ് മണ്ണിൽ എടുത്തു തുടങ്ങി. ഇപ്പുറത്തെ മണ്ണ് അത് അവിടെ ഭിത്തിയിൽ ഇല്ലാത്തതുകൊണ്ട് കടൽ വീണപ്പോ ആ മണ്ണിങ് ഒടിച്ചു പോയി. പിന്നെ ഈ IREക്ക് സ്ഥലം കൊടുത്തുണ്ട്. 23 വർഷം കൊണ്ട് വാടകയ്ക്ക് ഇവിടെ താമസിക്കുക. ഈ കടലിങ് കയറിയാണെങ്കിൽ ഞങ്ങൾ കടലിങ് കൊണ്ട് ഞങ്ങളെ കൊണ്ടങ്ങ് പോകും. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയ തോതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. വലിയ ആഴത്തിൽ IRE ഇത്തരത്തിൽ കടൽ ഭിത്തി അടക്കം പൊളിച്ചുകൊണ്ടാണ്, കടൽ ഭിത്തിയുടെ ഈ സൈഡിൽ നിന്ന് പൂർണ്ണമായി മണൽ നീക്കം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഖനനം തുടരുന്നത്. ഇവിടേക്ക് യാതൊരു തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരാതി. ഈ സ്ഥലം സന്ദർശിക്കുവാൻ ഇതുവരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. IREയുടെ ഉദ്യോഗസ്ഥരും കരാറുകാരും മാത്രമാണ് ഇവിടെ സ്ഥലത്തുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങൾ ഭീതിയിലാകുമ്പോഴും അതിന് എന്ത് മറുപടി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഈ ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ജനം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ആൾക്കാരെല്ലാം വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇവിടെ ഇത്തരത്തിൽ ഈ ഖനനം നടക്കുന്നത് കൊണ്ട് ഇത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടോ? വലിയ രീതിയിൽ കറക്റ്റായിട്ട് ഇപ്പൊ ബാഗുണ്ട്, കമ്പനിയുടെ ബാഗ് കൊണ്ടുവന്ന് നിരത്തി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് മാറും. ബാഗ് നിറയ്ക്കാൻ ആള് വേണം, പിന്നെ അതിനുള്ള ചെറിയ ഹിറ്റാച്ച് വേണം. അപ്പൊ അതെല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമ്പനിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. വലിയ പ്രശ്നമാണ് ഇപ്പോഴും. ഇത് സത്യത്തില് കമ്പനി അധികൃത ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഈ കരാർ ഏറ്റെടുത്ത് നടക്കുന്ന ടീം കോൺട്രാക്ടറുടെയും ഭാഗത്തുനിന്ന് വന്ന ഒരു ഗുരുതരമായ അനാസ്ഥ. ഇതൊരു ഗൗരവകരമായി ഇതിനെ കണ്ടില്ല. ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ ഖനനം നടക്കുമ്പോൾ മതിയായ പ്രിക്കോഷൻസ് ഇവർ എടുക്കേണ്ടതാണ്. നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതികളെന്നുള്ള രീതിയിൽ, ട്രേഡ് യൂണിയൻ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സമയവും കമ്പനി മാനേജ്മെന്റിനോട് ഈ ഖനനം നടക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ച് നമ്മൾ റിട്ടേൺ ആയിട്ടും. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കടൽ സംരക്ഷണ ഭിത്തി പൊളിച്ചാണ് IRE ഖനനം നടത്തുന്നത്. അതിലുള്ള ഭീതിയിലാണ് കൊല്ലം ചവറയിലെ ജനങ്ങൾ. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകിയില്ല. ആരെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായില്ല. അതിൽ ആശങ്കയിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഖനന സ്ഥലത്ത് നിന്നാണ് അരുൺരാജ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.